ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഇരുന്നപ്പം വൈകുന്നേരം ആയിപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പം വിചാരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. പിന്നെ അണ്ണനില്ല ഇവിടെ, ക്യാമറമാൻ ഇല്ലാതായിപ്പോയി. അപ്പോൾ ക്യാമറമാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കൂടെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇലയപ്പം തന്നെ ആവാം പിന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലയപ്പം ഉണ്ടാക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയപ്പം. അപ്പം ഇന്നത്തെ വീഡിയോ ഇലയപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇലയപ്പത്തിന് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അത് ഉണ്ടോ എന്നാണല്ലോ നോക്കേണ്ടത്. അപ്പം അതിന് വേണ്ട സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ അണ്ണൻ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം സർപ്രൈസായിട്ട്. ഇലയപ്പം സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ സാധനം. അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസായിട്ട് ഇലയപ്പം കൊടുക്കാം. അങ്ങനെ ചൂട് അങ്ങനെ ഇപ്പം സമയം ഏകദേശം ഒരു 5:30 അണ്ണനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ നമുക്ക് വേഗം ഇലയപ്പം ഉണ്ടാക്കാം. എന്താ പറയാനുള്ളത്, അപ്പോൾ ഇല നമ്മളെ മുറ്റത്ത് നിൽക്കുകയാണ്. അത് വെട്ടിയെടുക്കണം. ഇല വെട്ടിയെടുക്കാം. ഇല വെട്ടി മാവ് ഒഴിച്ച് ഇച്ചിരി പണിയാണ്. കൊണ്ടാക്കാം. ഇല എവിടെ നിൽക്കുന്നു, നമുക്കിനി ഇല വെട്ടിയെടുക്കാം. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വൃത്തിയാക്കാം. കിട്ടാൻ മതി. അത്രയ്ക്ക് ഇങ്ങോട്ട് വലുത് വേണ്ട കേട്ടോ. ഈ കഴുകി എടുക്കണേല. ഫസ്റ്റ് മാവ് എടുക്കാം. നമ്മൾ അത്യാവശ്യം വേണ്ടത്ര എടുക്കാം. നമുക്ക് കുറച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ച് മാവ് അപ്പം കുറച്ച് മാവ് എടുത്തിട്ട് ഇനി ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. വെള്ളത്തിൽ നമുക്കിത് കുഴയ്ക്കാം. ഇച്ചിരി ലൂസിലാട്ടോ ഞാൻ. അത്ര കട്ടിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇലയിലോട്ട് പരത്തേണ്ടതുള്ളത് കൊണ്ട് അത്യാവശ്യം ഇച്ചിരി ലൂസിലാണേ. എന്നാൽ അധികം ലൂസിലല്ല, കുറച്ച് ലൂസിൽ. ഈ ഒരു ലൂസിലാണ് കേട്ടോ. കാരണം പരത്തേണ്ടതുകൊണ്ട് നമ്മൾ കൈവച്ച് തന്നെയാണ് പരത്തുന്നത്. അപ്പം നമുക്ക് തേങ്ങയും ഫില്ലിങ് ഉണ്ടാക്കാം. ഫില്ലിങ് തേങ്ങയും പഞ്ചസാരയാണ്. എനിക്കത് ഇഷ്ടം. ഞാൻ തേങ്ങയും, ചിലർ തേങ്ങയും ശർക്കരയും, എനിക്കിഷ്ടമേ അല്ല തേങ്ങയും ശർക്കരയും വെച്ച് ഇലയപ്പം ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടം തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ്. തേങ്ങ ചിരക. ഇത് വലിയൊരു ടാസ്ക്കാണ് തേങ്ങ ചിരകുന്നത്. വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. തേങ്ങ ചിരകിയിരിക്കുന്നു. ടേസ്റ്റുണ്ട്. സാധാരണ അണ്ണന് ഈ മധുരമുള്ള സാധനങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ നമ്മളിന്ന് കഴിപ്പിക്കും. ഇത് കഴിച്ചിട്ട് പോയാൽ മതി. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട്
മാവും റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല എടുത്തിട്ട്, ഇല ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇല എല്ലാം കഴുകാൻ ഇട്ടിട്ടായിരുന്നു, കഴുകി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇല ഇത് പരത്താൻ പോകണം കേട്ടോ. നമുക്കത് വയ്ക്കാം. ഇങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. പാത്രത്തിൽ വെള്ളം വയ്ക്കാൻ നമ്മൾ ജസ്റ്റ് മാവ് മുക്കുമ്പോൾ കയ്യിൽ എല്ലാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്തുവാ വെള്ളത്തിൽ മുക്കിയിട്ട് മാവിലിങ്ങനെ മുക്കുമ്പോൾ നമ്മുടെ കയ്യിലധികം പറ്റത്തില്ല കേട്ടോ. നമുക്ക് മാവ് എടുക്കാം. അധികം കട്ടിയിൽ പരത്തണ്ട, കുറച്ച് ഇതായിട്ടുള്ള ഫുൾ പരത്തില്ല. നമുക്ക് കുറച്ച് ഫില്ലിങ് വൺ സൈഡ് വെച്ചാൽ നടക്കില്ല. കാര്യം എല്ലാത്തിനും ഫില്ലിങ് വെച്ച് അയക്കുക. കഴിഞ്ഞിരിക്കുന്നു, മാവും കഴിഞ്ഞിരിക്കുന്നു, തേങ്ങ ഉണ്ട്. ഏഴാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ എന്താ നമ്മുടെ ഇലയുടെ സംഭവം ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മളിനി കുക്ക് ചെയ്യാൻ പോണത് നമുക്ക് ചുട്ടെടുക്കാം. ചുട്ട് മീൻസ് കല്ലിൽ വെച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, ചൂടാക്കി എടുക്കുക വെച്ചിട്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, പലരും പല രീതിയിലല്ലേ. എനിക്കങ്ങനെ പുഴുങ്ങി ഇങ്ങനെ ഇഡലി കുട്ടകത്തി വെച്ച് പുഴുങ്ങിയെടുക്കില്ല, എനിക്കത് ഇഷ്ടമേ അല്ല ഒട്ടും. അത് വേറൊരു ടേസ്റ്റാണ്. പക്ഷെ ട്രൈ ചെയ്തവർക്കറിയാം, അടിപൊളി ടേസ്റ്റ് ആട്ടോ. വിചാരിക്കുന്ന പോലെ. അപ്പം നമുക്ക് ഇനി ഇത് പെട്ടെന്ന് ചൂടാകുമ്പോൾ ഓരോന്നോരോന്ന് വെച്ച് വേവുമോ എന്നുള്ള സംശയമുള്ളവർക്ക് നല്ല സൂപ്പറായിട്ട് വേവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ലപോലെ വെന്ത് കിട്ടും. കുറച്ച് നേരമൊന്ന് കുറച്ച് ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതാക്കിയിട്ട് തിരിച്ചിടണം. അങ്ങനെ തിരിച്ച് മറിച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ വേവുന്നതും ഒക്കെ, നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഇത് ഒരു വശം പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിട്ട്. ഇങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കണം. വേവും വലിയ സ്ഥലമല്ല, എനിക്ക് അതുകൊണ്ടെടുക്കും. എന്താ ചുട്ടപ്പം ഇലയപ്പം ചുട്ടത്, അത് മതി. ഇലയപ്പം ചുട്ടത് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കഴിച്ച് നോക്കാം. ഒന്നുമില്ല, ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നത്, എപ്പോഴല്ല വല്ലപ്പോഴും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നത്. ചുട്ടതായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കരിഞ്ഞിട്ടില്ല. ഇത് മധുരവും മുരിഞ്ഞിരിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി അണ്ണൻ വന്നത് അണ്ണനെ കൊടുത്തു നോക്കാം. മധുരം ഒന്നും ഇഷ്ടമേ അല്ല, അണ്ണൻ മധുരം കഴിക്കത്തേ ഇല്ല. പക്ഷെ നമ്മളിത് കൊടുത്ത് തീറ്റിച്ചിരിക്കും ഞാൻ. അണ്ണൻ വന്നിട്ട് ഇത് കൊടുത്തു നോക്കാം. അങ്ങനെ നമുക്കിത് കൊടുക്കാം. ഇലയപ്പം എന്ന് പറയുന്ന കറി കഴിച്ചു നോക്ക്. എന്ത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ചുട്ടലയപ്പം, ചുട്ടപ്പമാണത്. കഴിച്ചു നോക്ക്. സാധാരണ മധുരം ഇഷ്ടമല്ല, എന്നാലും എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ 4 മണിക്ക് ഉണ്ടാക്കിയത്. 4 മണിയല്ല, 5-5:30 കൊള്ളാം അല്ലേ? ഞാൻ മറ്റേ ചുട്ടെടുത്ത് അണ്ണന് സർപ്രൈസ് ആയിട്ട് തരായിരുന്നത്.
സർപ്രൈസ് എങ്ങനെ ഞെട്ടിയോ? സർപ്രൈസ് ആണ് ഞെട്ടാഞ്ഞി എന്ത് ഞാൻ വന്നിട്ടില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.